ജനവിധിക്ക് ഇനി ഒരു നാൾ മാത്രം ബാക്കി. വടക്കൻ കേരളത്തിൽ ആവേശം നിറച്ച് വിവിധ മണ്ഡലങ്ങളിലെ കുട്ടിക്കലാശങ്ങളിൽ വൻ ജനപങ്കാളിത്തം എത്തിയതോടെ ഏറെ പ്രതീക്ഷയിലാണ് NDA. വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കുട്ടിക്കലാശം അക്ഷരാർത്ഥത്തിൽ BJPയുടെ ശക്തി പ്രകടനമായി മാറി. കാസർകോട്ടെ NDA സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ കൊട്ടിക്കലാശം അലകടൽ പോലെ അണികളിൽ ആവേശം നിറച്ചു. താളിപ്പാടത്ത് മൈതാനത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി കറന്തക്കാട് സമാപിച്ചു. പ്രചരണത്തിന് ആവേശം പകർന്ന സിനിമാ താരം ലക്ഷ്മിപ്രിയയും ഘോഷയാത്രയിൽ അണിചേർന്നു. പാലക്കാട്ടെ ആവേശത്തിനും തെല്ലും കുറവുണ്ടായിരുന്നില്ല. നഗരത്തിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ കൊട്ടിക്കലാശത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകളാണ് പങ്കെടുത്തത്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള നാസിക് ഡോൾ ഉൾപ്പെടെ വിവിധ കലാരൂപങ്ങളും പരസ്യപ്രചാരണത്തിന് മാറ്റേകി. സ്ത്രീ ശക്തി ഉണർന്നത് കൃത്യമായ സൂചനയാണെന്ന് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പാലക്കാട് എന്ന് പറയുന്ന പാലക്കാടിലെ നമ്മുടെ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തോടൊപ്പം അവരുടെ ശോഭയെയും അവർ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വളരെയേറെ ശോഭ ജയിച്ചു കാണണം എന്ന ആഗ്രഹമുണ്ട്. കാരണം കഴിഞ്ഞ 10-30 വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുകയും 2 തവണ പാലക്കാട് 2ാം സ്ഥാനത്ത് വരികയും ചെയ്ത അവരുടെ ശോഭ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹവും സ്നേഹവും അതവർ ഈ റാലിയിലൂടെ പ്രതിഫലിപ്പിച്ചിരിക്കുകയാണ്. ഒറ്റപ്പാലം നഗരത്തിൽ NDA സ്ഥാനാർത്ഥി മേജർ രവിയുടെ പരസ്യപ്രചാരണത്തിലും ആയിരക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തത്. കോഴിക്കോട് നഗരത്തെ ആകെ ഇളക്കിമറിച്ച് സൗത്ത് മണ്ഡലത്തിലെ T റെനീഷിന്റെ കൊട്ടിക്കലാശം. മുതലക്കുളം മൈതാനിയിൽ നിന്ന് ആരംഭിച്ച കൊട്ടിക്കലാശം പാളയം വരെ കൊട്ടിക്കയറി. ഇടത് വലത് മുന്നണികളുടെ കൊട്ടിക്കലാശം ഇതേ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു. പ്രവർത്തകർക്കൊപ്പം ചുവടുവെച്ച് മഹിളാ മോർച്ച അധ്യക്ഷയും നോർത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ നവ്യ ഹരിദാസ്. കണ്ണൂരിലും ആവേശത്തിന്റെ കൊടുമുടിയിൽ കൊട്ടിക്കലാശം. വാദ്യമേള ഘോഷങ്ങളോടെ നൃത്തച്ചുവടുമായി പ്രവർത്തകർ പരസ്യപ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങൾ ആഘോഷിച്ചു. കണ്ണൂരിലെ NDA സ്ഥാനാർത്ഥി C രഘുനാഥിനൊപ്പം ഗോവ MP സദാനന്ദ തനവടെയും കൊട്ടിക്കലാശത്തിൽ പങ്കാളിയായി. വടക്കൻ ജില്ലയിൽ അരങ്ങേറിയത് കലകലക്കൽ കലാശക്കൊട്ടായിരുന്നു. ജനം, കോഴിക്കോട്.